മത്സ്യഫെഡ് എറണാകുളം ജില്ലയുടെ നേതൃത്വത്തിൽ ചെല്ലാനം കണ്ടക്കടവ് മത്സ്യത്തൊഴിലാളി സഹകരണ സംഘത്തിന് ഫിഷ് ഫാമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ഓർഗനൈസേഷനായി തിരഞ്ഞെടുത്തു. ഓരുജല മത്സ്യകൃഷി പദ്ധതിയുടെ വിളവെടുപ്പും വിൽപ്പനയും നടത്തി. പദ്ധതിയുടെ ഉദ്ഘാടനം മത്സ്യഫെഡ് ഡയറക്ടർ ബോർഡ് അംഗം പി.ബി. ഫ്രാൻസിസ് നിർവഹിച്ചു. മത്സ്യഫെഡ് ജില്ലാ മാനേജർ ഡോക്ടർ പ്രശാന്തിന്റെ നേതൃത്വത്തിലാണ് പ്രൊജക്ട് നടപ്പിലാക്കുക. മത്സ്യഫെഡ് എറണാകുളം ജില്ലയുടെ നേതൃത്വത്തിൽ മത്സ്യത്തൊഴിലാളി സഹകരണ സംഘങ്ങളെ ശാക്തീകരിക്കുന്നതിന്റെ ഭാഗമായി ചെല്ലാനം കണ്ടക്കടവ് മത്സ്യത്തൊഴിലാളി സഹകരണ സംഘത്തിനെ ഫിഷ് ഫാമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ഓർഗനൈസേഷനായി തിരഞ്ഞെടുക്കുകയും അതിലൂടെ നടപ്പിലാക്കിയ പ്രൊജക്റ്റായ ഓരുജല മത്സ്യകൃഷി പദ്ധതിയുടെ മത്സ്യവിളവെടുപ്പും വിൽപ്പനയും നടത്തി. മത്സ്യത്തൊഴിലാളികൾക്കായി കേന്ദ്ര സർക്കാർ നാഷണൽ കോഓപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയിൽ കേരളത്തിലുടനീളം അനേകം സ്ഥലങ്ങളിൽ മത്സ്യകൃഷി ആരംഭിച്ചുവെങ്കിലും ചെല്ലാനം കണ്ടക്കടവ് മത്സ്യത്തൊഴിലാളി സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഗണപതിക്കാടിന് സമീപമുള്ള 2 ഏക്കർ പാടശേഖരത്തിലെ മത്സ്യകൃഷിയിലാണ് ആദ്യമായി വിളവെടുപ്പ് നടക്കുന്നത്. മത്സ്യഫെഡ് ഡയറക്ടർ ബോർഡ് അംഗം പി.ബി. ഫ്രാൻസിസ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കേരളത്തിലെ നമ്മൾ 700 ശിലാനം സഹകരണ സംഘങ്ങളുണ്ട്. ആ സഹകരണ സംഘങ്ങളിലെ 300 ശിലാനം സംഘങ്ങൾ മാത്രമാണ് ഒരു പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നു. ബാക്കിയെല്ലാം ഒരു തെരഞ്ഞെടുപ്പിന്റെ വോട്ടവകാശത്തിന് മാത്രം നിൽക്കുന്ന ഒരു കടലാസ് സംഘങ്ങൾ മാത്രമാണ് നമ്മൾ കാണുന്നത്. അതേസമയം മത്സ്യഫെഡ് ഈ സംഘങ്ങളെല്ലാം ശാക്തീകരിക്കാൻ വേണ്ടിയുള്ള ഒരുപടി നടപടിക്രമങ്ങൾ ചെയ്യുന്നു. ചെല്ലാനം കണ്ടക്കടവ് സംഘം പ്രസിഡന്റ് പി.വി. വിൽസൺ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ KSMTF ജില്ലാ പ്രസിഡന്റ് ടി.വി. ഷിജി തയ്യിൽ, ജില്ലാ സെക്രട്ടറി V.S. പൊടിയൻ, പ്രൊജക്ട് ഓഫീസർ രേഷ്മ പ്രസന്നൻ, ചെല്ലാനം കണ്ടക്കടവ് സൊസൈറ്റി വൈസ് പ്രസിഡന്റ് K.K. മധു, ബോർഡ് അംഗം K.R. വിൻസൻ, സെക്രട്ടറി ഷൈനി പീറ്റർ എന്നിവർ സംസാരിച്ചു. കേരളത്തിലെ 60ഓളം സംഘങ്ങളെ തിരഞ്ഞെടുത്തുണ്ടെങ്കിലും നമ്മൾക്ക് നമ്മുടെ ബോർഡിൽ തന്നെ നമുക്കൊരു ബോർഡംഗം ഉണ്ടായ സാഹചര്യമാണ് നമുക്ക് ഇന്നിങ്ങനെ ഒരു മീറ്റിംഗ് നടത്താനുള്ളൊരു സാഹചര്യം ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ നമ്മൾ മത്സ്യഫെഡിൻ്റെ നിർദ്ദേശത്തോടും NCDCയുടെ നിർദ്ദേശത്തോടും മത്സ്യഫെഡിൻ്റെ ജില്ലാ മാനേജർ, നമ്മുടെ മത്സ്യഫെഡ് ബോർഡംഗം നമ്മുടെ രേഷ്മ മാഡം എല്ലാവരുടെയും അനുവാദപ്രകാരമാണ് നമ്മൾ ഈ ചാല കണ്ടെത്തുകയും ഇതിൽ അദ്ദേഹം നിക്ഷേപിച്ച മീൻകുഞ്ഞ്, അതിൽ കൂടുതൽ തീറ്റ, എന്തൊക്കെ ഇവിടെ നമുക്ക് വേണ്ടി സൗകര്യപ്പെടുത്തുന്നു അതെല്ലാം ഈ ഗ്രാൻഡിൽപ്പെടുത്തി നമ്മൾ കൊടുത്തിട്ടുണ്ട്. സംഘത്തിന്റെ ശാക്തീകരണത്തിന് വേണ്ടി അവരെ FFPOകളായി സെലക്ട് ചെയ്തിട്ട് അതിലൂടെ പ്രോജക്റ്റ് നടത്തി. അങ്ങനെയാണ് ഇതിൽ 2 ഘട്ടമായിട്ടാണ് നമുക്ക് അവർക്ക് ഫണ്ട് കൊടുക്കുന്നത്, ഇക്വിറ്റി ഗ്രാൻഡും മാനേജ്മെന്റ് കോസ്റ്റും. അപ്പോൾ ഇവിടെ മൊത്തം 8 ലക്ഷം രൂപയുടെ ഷെയർ ആണുള്ളത്. ഷെയർ വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് അവർക്ക് 10 ലക്ഷം രൂപ വരെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ ജില്ലയിലാണെങ്കിലും തന്നെ സ്റ്റേറ്റിലാണെങ്കിലും ഇത് നടപ്പിലായി വരുന്നതേ ഉള്ളൂ. ഇവിടെയാണ് ആദ്യമായിട്ട് നമുക്ക് വിളവെടുപ്പോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നത്. 2 ഘട്ടങ്ങളിലായാണ് ഗ്രാന്റ് അനുവദിക്കുന്നത്. മാനേജ്മെന്റ് കോസ്റ്റ് 5 ലക്ഷം, ഇക്വിറ്റി ഗ്രാന്റ് 8 ലക്ഷം എന്നിങ്ങനെ. പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന പദ്ധതി പ്രകാരം FFPന്റെ ഒരു പദ്ധതിയാണ് ഓരുജലത്തിൽ ഉപ്പുവെള്ളത്തിൽ മത്സ്യം വളർത്തുകയോ. സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷന്റെ ഫാനൽ ഇന്നും ജയിച്ച് ഭരണത്തിലെത്തുന്ന ഒരേ ഒരു സംഘം ഇന്ന് കേരളത്തിൽ നമ്മളുടെ ഈ ചെല്ലാനം കണ്ടക്കടവ് സംഘമാണ്. മത്സ്യത്തൊഴിലാളികൾ ഏറെ അംഗത്വമുള്ള ഒരു സംഘമാണ് നമ്മുടെ സംഘം. ഏറെ വാശിയും വീറോടും കൂടെ തന്നെ അവിടെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതിന് ഒരു ഉദാഹരണം കൂടിയാണ് നമ്മളെ ഈ സംഘത്തിനെ ഈ പദ്ധതിയിൽ ആദ്യമേ തന്നെ മുന്നോട്ടെടുത്ത് വെച്ചത് എന്നുള്ളത് തന്നെയാണ് സത്യം. മത്സ്യഫെഡ് ജില്ലാ മാനേജർ ഡോക്ടർ പ്രശാന്തിന്റെ നേതൃത്വത്തിലാണ് ജില്ലയിൽ പ്രോജക്റ്റ് നടപ്പിലാക്കുന്നത്. ഈ പ്രോജക്റ്റ് ഓർഡർ സംഘത്തിലെത്തിയത് മുതൽ ഈ നിമിഷം വരെ, ഈ വിളവെടുപ്പ് നിമിഷം വരെ ഇതിനു വേണ്ടി പ്രയത്നിച്ച ഒട്ടേറെ വ്യക്തികളുണ്ട്. അവരെയൊക്കെയെല്ലാം നന്ദിയോടെ ഓർക്കുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരയേ അമൃതകലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ മഹാവിഷ്ണവേ നമഃ.